കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതിക തിരുശേഷിപ്പ് ഫെബ്രുവരി 22 മുതൽ പൊതുവണക്കത്തിന്. മനുഷ്യക്കടത്തിനെതിരെ മാർപ്പാപ്പ. മെക്സിക്കോയിൽ 170 മീറ്റർ ഉയരമുള്ള കുരിശിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വർഷം മാർപ്പാപ്പ അമേരിക്കയിലേക്കില്ല. കർദിനാൾ ആന്റണി പൂള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ പ്രസിഡന്റ്. മാർ മാത്യു മൂലക്കാട്ടും ആർച്ച് ബിഷപ്പ് തോമസ് കൂരിലോസും വൈസ് പ്രസിഡന്റുമാർ. വാർത്തകൾ വിശദമായി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഭൗതിക തിരുശേഷിപ്പ് ഫെബ്രുവരി 22 മുതൽ പൊതുവണക്കത്തിന്. രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അസീസിയയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക തിരുശേഷിപ്പുകൾ ഫെബ്രുവരി 22 മുതൽ പൊതുവണക്കത്തിന്. മാർച്ച് 22-ന് പൊതുവണക്കം അവസാനിക്കും. വിശുദ്ധ ഫ്രാൻസിസിന്റെ 800-ാം ചരമവാർഷികം പ്രമാണിച്ചാണ് തിരുശേഷിപ്പുകൾ പൊതുവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് വർഷവും ആചരിക്കുന്നുണ്ട്. മനുഷ്യക്കടത്തിനെതിരെ മാർപ്പാപ്പ. ഓരോ വ്യക്തിയെയും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനോ മകളോ ആയി കാണുന്ന ഒരു നവമായ ദർശനത്തിലൂടെ മാത്രമേ മനുഷ്യക്കടത്തിന്റെ അക്രമത്തെ മറികടക്കാൻ കഴിയൂവെന്ന് ലിയോ 14 പാപ്പ. ഓൺലൈൻ തട്ടിപ്പ്, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ വഞ്ചനാപരമായ കാര്യങ്ങളിലേക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കും ആളുകളെ ആകർഷിക്കുന്ന സൈബർ അടിമത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യക്കടത്ത് ഏറെ ആശങ്കാജനകമാണ്. മനുഷ്യക്കടത്ത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആധിപത്യത്തിന്റെയും മനുഷ്യജീവനോടുള്ള അവഹേളനത്തിന്റെയും അതേ യുക്തി മനുഷ്യക്കടത്തിന്റെ വിപത്തിനെ പോഷിപ്പിക്കുന്നു. മനുഷ്യക്കടത്തിനെതിരെയുള്ള 12ാമത് ദിനത്തോട് അനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. മെക്സിക്കോയിൽ 170 മീറ്റർ ഉയരമുള്ള കുരിശിന്റെ നിർമ്മാണം പുരോഗമിക്കും. മെക്സിക്കൻ സംസ്ഥാനമായ ന്യൂവോ ലിയോണിൽ 170 മീറ്റർ ഉയരമുള്ള കുരിശിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഗ്വാഡലുപ്പയിലെ മാതാവിന്റെ ചിത്രത്തിന് സമീപത്തായാണ് കുരിശ് നിർമ്മാണം നടക്കുന്നത്. ഈ വർഷം മാർപ്പാപ്പ അമേരിക്കയിലേക്കില്ല. ലിയോ 14 പാപ്പ ഈ വർഷം ജന്മനാട് സന്ദർശിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസ്. ലിയോ 14 പാപ്പ ഈ വർഷം അമേരിക്ക സന്ദർശിക്കില്ലെന്ന് ഹോളി സീ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റോ ബ്രൂണി അറിയിച്ചു. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ വാർഷികം പ്രമാണിച്ച് ലിയോ 14 പാപ്പ അമേരിക്കയിൽ എത്തുമെന്ന് ചില കത്തോലിക്കർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ആഫ്രിക്ക, സ്പെയിൻ, പെറു എന്നിവ ആയിരിക്കും പാപ്പ സന്ദർശിക്കുന്ന രാജ്യങ്ങൾ. കർദിനാൾ ആന്റണി പൂള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ പ്രസിഡന്റ്. മാർ മാത്യു മൂലക്കാട്ടും ആർച്ച് ബിഷപ്പ് തോമസ് കൂരിലോസും വൈസ് പ്രസിഡന്റുമാർ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ ആന്റണി പൂളയെ തിരഞ്ഞെടുത്തു. കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂരിലോസ് എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ അനിൽ കൂട്ടോയാണ് സെക്രട്ടറി ജനറൽ. 2 വർഷത്തേക്കാണ് നിയമനങ്ങൾ. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.